101 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ, അതിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ഒരു മണ്ഡലം, ഒരു വാർഡാണ് തൈക്കാട് വാർഡ്. ഈ തൈക്കാട് വാർഡിൽ സാധാരണ മറ്റ് എല്ലായിടങ്ങളിലെ പോലെയും ത്രികോണ മത്സരമുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട്. അതിൽ തൈക്കാട് വാർഡിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഈ വേഷം കാണുമ്പോൾ പലരും വിചാരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നും, അല്ലേ? അങ്ങനെയാണല്ലോ BJPയെയും മുദ്ര കുത്തിയിരിക്കുന്നത്. പൂർവാശ്രമത്തിൽ വലിയശാല മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ യോഗി മണികണ്ഠാനന്ദ സരസ്വതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേരിലാണ് തൈക്കാട് വാർഡിൽ നിന്ന് ശംഖ് അടയാളത്തിൽ മത്സരിക്കുകയാണ്. എന്താണ് ഇങ്ങനൊരു മത്സരത്തിലേക്ക് ഇറങ്ങാൻ? കഴിഞ്ഞ 2 പ്രാവശ്യം വല്യശാല മത്സരിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ശംഖായിരുന്നു ചിഹ്നം. അന്ന് എൻ്റെ പൂർവ്വ പേര് വല്യശാല മണികണ്ഠൻ എന്നായിരുന്നു. അന്നും ഞാൻ ഏകനായി ജനങ്ങളുടെ മുമ്പിൽ പോകുമ്പോൾ എനിക്ക് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും വല്യശാല നിവാസികൾ എനിക്ക് തന്നിരുന്നു. കഴിഞ്ഞ 47 വർഷത്തെ പൊതുജീവിതത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല, ഒരു പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല, ഒരു കുട്ടികളെ കേസിൽ പ്രതിയാക്കിയിട്ടില്ല, ഒരു അമ്മയുടെയും അപ്പൻ്റെയും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴ്ത്തിയിട്ടില്ല. ആർട്സ് കോളേജിലും മോഡൽ സ്കൂളിലുമാണ് പഠിച്ചത്. ആ രംഗങ്ങളിൽ കൂടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണവും എൻ്റെ മുമ്പിൽ വരുന്ന ഏത് വ്യക്തികളുടെയും, അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ ആര് വന്നാലും അവരെ കാര്യങ്ങൾ വില്ലേജ് ഓഫീസറിനും താലൂക്ക് ഓഫീസറിനും എവിടുത്തെ ഓഫീസറിലും കയറി ഇറങ്ങി ചെയ്തു കൊടുത്തതിൻ്റെ തിരിച്ചുള്ള പ്രതിഫലനമാണ് എനിക്ക് ആ വാർഡിൽ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കിട്ടിയത്. എന്നാൽ യാദർച്ഛികമായി കണ്ണേറ്റുമുക്ക് ജംഗ്ഷനിലൊരു കടയിൽ ഞാൻ പകുതി പുട്ടും പയറും കഴിക്കാൻ വരുമ്പോൾ ഒരു അപ്പൂപ്പൻ്റെ ആഗ്രഹം, മക്കളെ നിനക്ക് ഒരു വോട്ട് ചെയ്തിട്ട് മരിക്കണം. അങ്ങനെയാണ് ഏറ്റവും വൈകിയ ലാസ്റ്റ് നോമിനേഷൻ കൊടുക്കുന്ന സ്ഥാനാർത്ഥിയായി ലാസ്റ്റത്തെ ദിവസം ഞാൻ ഈ തൈക്കാട് വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരു സന്യാസ ദീക്ഷ എടുത്ത ഒരാളും വരേണ്ടി വന്നത്. സന്യാസം എടുത്ത ഒരാൾ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു സന്യാസി പണത്തിനോടോ മറ്റുള്ള കാര്യങ്ങളിലോ ആർത്തിയില്ലാത്തൊരു വ്യക്തിക്ക് സാമൂഹ്യ സേവനം ചെയ്യുന്നതിന് സന്യാസം ഒരു തടസ്സമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഏകനായി എൻ്റെ ചിഹ്നമായ ശംഖും കൊണ്ട് സമൂഹത്തിന് പോവുകയാണ് ചെയ്യുന്നത്. ഈ മുമ്പ് മത്സരിക്കുമ്പോൾ എത്രത്തോളം വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു? 1125 വോട്ടും 552 വോട്ടും മുമ്പ് വാങ്ങിച്ചു. ഞാൻ 1ാം സ്ഥാനം LDFും, 2ാം സ്ഥാനം BJPയും, 3ാം സ്ഥാനം ഞാനും, 4ാം സ്ഥാനം UDFുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വല്യശാല ഉണ്ടായിരുന്നത്. അപ്പം നിസ്സാരക്കാരനല്ല. കുട്ടിക്കാലം സമൂഹത്തിന് വേണ്ടിയാണ് സാർ ജീവിക്കുന്നത്. ആ സമൂഹമാണ് എൻ്റെ യജമാനന്മാർ. അവർക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യനിൽ നിന്നും ഈ നിമിഷം വരെ ഒരു ശുപാർശയ്ക്കോ മറ്റു കാര്യങ്ങളോ ഞാൻ പൈസ വാങ്ങിക്കാറുണ്ട്. സേവനം മാത്രം. പക്ഷേ യോഗി മണികണ്ഠാനന്ദ സരസ്വതിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയൊരു രാഷ്ട്രീയ ബാഹുല്യത്തോട് മത്സരം നടക്കുമ്പോൾ അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സാർ. ഞാൻ ഇപ്രാവശ്യത്തെ ഈ നോട്ടീസിൽ കാണിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ യഥാർത്ഥ തൈക്കാട് വാർഡിലെ വോട്ടർമാർ വായിക്കുകയാണെങ്കിൽ ഈ മത്സരം അവരവരാണ് മത്സരിക്കുന്നത്, ഞാനല്ല. അവരുടെ പ്രതിരൂപം മാത്രമേ ഞാൻ മത്സരരംഗത്തേക്കുള്ളൂ. ഓരോ മനുഷ്യനും, ഓരോ പുണ്യാത്മാക്കളായ വോട്ടർമാരും വിചാരിക്കണം, ഈ മത്സരം ഒരു കോലാഹലമില്ലാതെ, ഒരു ആൾക്കൂട്ടമില്ലാതെ, ആരവമില്ലാതെ പൊതുസമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഈ വ്യക്തിയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അയാൾക്കൊരു വോട്ട് ചെയ്ത് കൊടുത്തുകൂടാ എന്ന് ചിന്തിക്കാൻ തൈക്കാട് വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ജനങ്ങളും തോൽവിയുടെ പാത വരത്തില്ല, അവരെല്ലാം ജയിക്കും. അതുപോലെ തന്നെ എനിക്ക് ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ മാസം മുതൽ വരുന്ന എല്ലാ ഞായറാഴ്ചയും തൈക്കാട് വാർഡിലെ ജനങ്ങൾ എന്നെ കുറ്റവിചാരണ ചെയ്യുന്ന ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല. അവരെന്നെ ഏൽപ്പിച്ച ജോലി, യഥാർത്ഥ പോസ്റ്റ്മാൻ്റെ ജോലി ഈ സമൂഹ മധ്യത്തിൽ ഞാൻ ചെയ്യും. ഒരു ജനസേവകൻ്റെ ജോലി എന്താണെന്ന് ഞാൻ ഈ തൈക്കാട് വാർഡിൽ കാണിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് സാർ. അതാണ് എൻ്റെ പ്രചരണത്തിൻ്റെ ഉത്തമ ഉദാഹരണം. അല്ല, അതൊരു പുതിയ കാര്യമാണല്ലോ, ഇങ്ങനെ ജനങ്ങളൊരു വിചാരണ ചെയ്യണം എന്നുള്ള രീതി. അതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാർഡുകളിലേക്കും അത്തരത്തിൽ കൊണ്ടുവരാവുന്ന കാര്യമാണല്ലോ. അതെ അതെ, ജനങ്ങളാണ് ജയിക്കേണ്ടത്. ഓരോ വ്യക്തിയും വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവർ ഒരു മിനിറ്റ് ചിന്തിക്കണം, ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി വോട്ട് ചെയ്തുകൂടെ എന്ന് ഓരോ പുണ്യാത്മാക്കളായ വോട്ടർമാർ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം തൈക്കാട് വാർഡിൽ ഞാൻ ജയിക്കും സാർ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ യോഗി മണികണ്ഠാനന്ദ സരസ്വതിക്ക് എന്തുകൊണ്ട്, ഇപ്പം നമുക്കറിയാം സന്യാസിമാരായാലും ആശ്രമവും ഒക്കെ BJPയോട് ഒരു അനുഭാവം പുലർത്തുന്നവരാണ്, എന്തുകൊണ്ട് BJPയോട് അനുഭാവം പുലർത്താൻ കഴിയാതെ പോകുന്നു? ഞാൻ BJPയോടോ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോടോ എനിക്ക് എതിർപ്പില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ ഒരാളുടെ അടിമയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, ജനത്തിൻ്റെ ദാസനായി മാത്രം നിൽക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ.
അതുകൊണ്ടാണോ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിന്താങ്ങാം. 3 രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ പിന്താങ്ങാം. ഈ തൈക്കാട് വാർഡിലെ ജനങ്ങളുടെ വികസനം മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. വാർഡിലെ ഓരോ ഭവനങ്ങളിലും ശാന്തി ഉണ്ടാവണം, പലിശരഹിതമായ ജീവിതം ഉണ്ടാവണം, കടബാധ്യതയില്ലാത്ത ജീവിതം ഉണ്ടാവണം. അങ്ങനെ ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ കുട്ടികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ സ്പോർട്സ് ആയിരുന്നാലും മറ്റുള്ള കാര്യങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക. ഈ വിധവകൾക്ക് അവർക്ക് എങ്ങനെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയും, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക. മുതിർന്ന വ്യക്തികൾ താമസിക്കുന്നവർക്ക് ആഹാരം എത്തിക്കാൻ കഴിയാറില്ല. ഞാൻ എൻ്റെ കരുണാദർശൻ വേദി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 40 വർഷമായി സംഘടനയുണ്ട്. അതിൻ്റെ പേരിൽ വയസ്സായ ആൾക്കാർക്ക് ഇന്നും ഭക്ഷണം എത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന കുറേ പദ്ധതികളാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. ശുചിത്വം മസ്റ്റാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മലീമസമായി പോകുന്നത് എന്താണ് സാർ? ഇവിടെ മൊത്തം പ്രകൃതിക്കും ദോഷമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാറ്റാൻ പറ്റും? നമ്മുടെ വീട്ടിലെ ചവർ തൊട്ടടുത്ത കാമ്പൗണ്ടിൽ കൊണ്ടിടുന്നത് ഇവിടുത്തെ കോർപ്പറേഷൻ അധികാരികൾ പോലെ ജീവനക്കാർ പോലും ഞാൻ എത്രയോ കാലമായി കാണുന്നു മറ്റു പല വേളയിലാണ് അവർ ചവർ കൊണ്ടിടുന്നത്. ആ സിസ്റ്റം ഒന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നമ്മുടെ വാർഡിൻ്റെ ആദ്യത്തെ വികസനത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൈക്കാട് വാർഡ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരഹൃദയമാണ്. ഇവിടെ വന്നിറങ്ങുന്നവർക്ക് പോലും മുഴുവൻ ആനുകൂല്യങ്ങളും കിട്ടേണ്ട ഒരു വാർഡ് കൂടിയാണ്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വാർഡിൽ നിലകൊള്ളുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനായാലും KSRTC സ്റ്റാൻഡ്, അതുപോലെ പ്രധാനപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെയുള്ളവ നിൽക്കുന്ന തലസ്ഥാനത്തിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു വാർഡിനകത്ത് ചില വികസന സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട് സാർ. ആ വികസന സങ്കല്പത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമാണ് നമ്മുടെ അടുത്ത് ഈ സഹോദരന്മാർ താമസിക്കുന്ന പൗണ്ട് കോളനി എന്ന് പറയലേ. ആ പൗണ്ട് കോളം ആ ഭാഗത്ത് എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് വളരെ മനോദുഃഖം തോന്നാറ്. കാലാകാലങ്ങളിൽ ഈ പ്രദേശത്ത് താമസിച്ചവരാരും തന്നെ ആ പ്രദേശത്തിൻ്റെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പിടികിട്ടുന്നില്ല. അത്ര ദയനീയമാണ്. ഞാൻ പല സന്ദർഭങ്ങളിൽ അവിടെ പോകുമ്പോൾ അവരുടെ എല്ലാ ജീവിത സാഹചര്യം ചെറിയ ചെറിയ റൂമുകളിൽ അവർ വളരെ ദുരിതാനുഭവിക്കും. പലരും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഭവനം വയ്ക്കാനോ ഒരു ചെറിയ ഷീറ്റ് മാറ്റാനോ പോലും ആരും ഞങ്ങളൊരു ധനസഹായം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാരണം എന്നെനിക്കറിയില്ല. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആളും ആരവവും കൊട്ടും കുരവയും ഒക്കെയായിട്ടാണ് പ്രചാരണ രംഗത്ത് നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഒരു ഒറ്റയാൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. സർ, ശബ്ദ മലിനീകരണം എപ്പോഴും ശരീരത്തിന് ദോഷമാണ്. മാർഗതടസ്സം ഉണ്ടാക്കുന്ന പ്രചരണ ജാഥകൾ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ മറ്റു പല ജില്ലകളിൽ നിന്ന് സഞ്ചരിക്കുന്ന പല യാത്രക്കാർക്കും പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർക്ക് യഥാസമയം ഓഫീസിലെത്താൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ എത്താൻ കഴിയുന്നില്ല, അവരുടെ നിത്യ പല കാര്യങ്ങളും മുടങ്ങേണ്ടി വരും. എന്തിനാ സാർ നമുക്ക് ഈ കോലാഹലം? എനിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഞാൻ തുറന്നു പറയുന്നു സാർ, ഒരു ആഹ്ലാദ പ്രകടനമില്ല. ജയിച്ചാലും തോറ്റാലും ഈ 5 സ്ഥാനാർത്ഥികൾ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരും എൻ്റെ സഹോദരന്മാരാണ്. അവരെല്ലാം ഈ വാർഡിലെ ജനങ്ങളോട് ഉണർത്തിക്കുന്ന ഞങ്ങൾ ജനസേവനമാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം പ്രകാരം അവരെല്ലാം ഇതിൻ്റെ രക്ഷാധികാരികളായി ഇരുന്നു കൊണ്ട് ഈ നാടിനെ സേവിക്കാൻ ഈ മറ്റു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സന്നദ്ധ സംഘടനക്കാർക്കും റെസിഡൻസ് അസോസിയേഷൻകാർക്കും ഓരോ പൗരന്മാർക്കും കഴിയുമെങ്കിൽ ഇവിടെ ഞാനൊരു വ്യക്തിയില്ല സർ, ഞാൻ അവരുടെ യഥാർത്ഥമായ ഒരു പോസ്റ്റ്മാൻ മാത്രമേ ആകുന്നുള്ളൂ. ഇതാണ് എൻ്റെ മനസ്സിലെ സങ്കല്പം. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി 1.5 റൗണ്ട് കഴിഞ്ഞു, ബാക്കിയുള്ള റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 3 തരം നോട്ടീസാണ് ആദ്യമായി ഇറക്കിയിട്ടുള്ളത്. ആദ്യത്തെ നോട്ടീസ് എന്നെ ജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്താൽ ജനങ്ങൾ എന്നെ വിചാരണ ചെയ്യുന്ന ഒരു നോട്ടീസ്. 2 നമ്മുടെ ചിഹ്നം രണ്ടാമത്തെ ചിഹ്നമാണെന്ന് കാണിച്ചുകൊണ്ടൊരു നോട്ടീസ്. എല്ലാത്തിനും പറയുന്നൊരു പണപ്പിരിവ് ഉണ്ടായിരിക്കുന്നതല്ല. 3ാമത്തെ നോട്ടീസ് നിങ്ങളാണ് മത്സരിക്കുന്നത്, നിങ്ങൾ ജയിക്കണമോ വേണ്ടയോ എന്ന് ഓരോ വോട്ടർമാരും ചിന്തിക്കുക. ഈ 3 നോട്ടീസേ എനിക്കുള്ളൂ. ഒരു പോസ്റ്ററോ ബാനറോ ഒന്നുമില്ല. ഈ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണത്തിന് അനുകൂലമായിട്ട് ഒരു പിന്തുണയോടുകൂടി മാറാൻ തയ്യാറെടുക്കുമോ? കാരണം ചിലപ്പോൾ ഒരു സീറ്റിനൊക്കെ ആയിരിക്കാം ഭരണം ഏതെങ്കിലും ഒരു മുന്നണിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും. തൈക്കാട് വാർഡിലെ വോട്ടർമാരുടെ വികസനം, തൈക്കാട് വാർഡിൽ എന്തൊക്കെ ഏത് മുന്നണി ഭരിച്ചാലും അവർ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരികയും തൈക്കാട് വാർഡിലെ ജനങ്ങൾ ഈ രീതിയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. വ്യക്തമായി എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും. വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു നഗരത്തിലെ ഒരു സ്ഥാനാർത്ഥിയാണ് യോഗി മണികണ്ഠാനന്ദ സരസ്വതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.